എല്ലാവർക്കും നല്ല നമസ്കാരം. ആദ്യമായിട്ട് തൃശ്ശൂരിലെ ഷാജി കോടയങ്കണ്ടത്ത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് ഒരു നല്ല നമസ്കാരം. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് തരാം. കാരണം ചേട്ടൻ ഈ വിവരാവകാശത്തുമ്പോൾ കയറി പിടിച്ചിട്ട് കുറേ സംഭവങ്ങൾ പുറത്ത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാറുണ്ട്. ഇന്നിപ്പോൾ ഒരു വാർത്ത പറഞ്ഞു, ഈ പീച്ചി ഡാം തുറന്നതിലെ ജാഗ്രത കുറവ് ഉണ്ടായി എന്നുള്ളത് സബ് കളക്ടറുടെ റിപ്പോർട്ട് ചേട്ടൻ വിവരാവകാശം വെച്ച് പുറത്തു കൊണ്ടുവന്നു. അതിലെ വിവരങ്ങൾ കേട്ടിട്ട് ഞെട്ടിപ്പോയി. 2018 പ്രളയം ഉണ്ടായ ചാലക്കുടി പുഴയിൽ അതിൻ്റെ തീരത്ത് താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഇവിടുത്തെ പുഴ സംരക്ഷണ സമിതിയുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് കട്ടായം പറഞ്ഞു, ഈ ഡാം മാനേജ്മെൻറ്റിന് പറ്റിയൊരു പാളിച്ചയാണ് ചാലക്കുടി പുഴയിൽ പ്രളയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന്. കാരണം അവർക്ക് തന്നെ അറിയില്ല അവരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത്. ഇപ്പോൾ എന്താ ചെയ്തു വെച്ചാൽ, ഈ പീച്ചിയിലെ ഈ ജൂലൈ 29 തുറന്ന സംഭവം റൂൾ കർവ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കണേ. 2018 പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പീച്ചി ഡാം തുറന്നു കഴിഞ്ഞപ്പോൾ എന്തോരം വീടുകളിലാണ് വെള്ളം കയറിയത്. ഈ വെള്ളം കയറാന്ന് പറയില്ലേ, ഈ ചെളി വെള്ളം കയറി കഴിഞ്ഞിട്ട് സാധനങ്ങൾ നശിക്കൽ മാത്രമല്ല, ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മൾ ഈ ചെളി മുഴുവനും ഈ മര ഉരുപ്പിടികളും ഇങ്ങനെ ഇരുന്ന് തേച്ച് തേച്ച് കഴിയാൽ ഇതൊന്നും പോവില്ല. ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെ അറിയണ്ട. തലയ്ക്ക് വല്ല മൂളുള്ളവരാണ് അവിടെ ഇരിക്കണേ. ഈ ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറിയാൽ ആരും ഉത്തരവാദിത്വം വയ്ക്കും? ആരാണ് ഇതിൽ ഇടപെടൽ നടത്തുക? സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വം പറയണം. കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? തോന്നുമ്പോൾ തുറക്കാനുള്ളതാണോ ഈ ഡാമും ഇതൊക്കെയും? വെറുതെ ഇവിടെ തന്നെ ഈ പ്രാവശ്യം ഈ വെള്ളം കയറുന്ന സമയത്ത് ഈ ഡാം തുറക്കുന്നതൊക്കെ ആരറിയുന്നു? ഇവിടെ SP രവി എന്ന് പറഞ്ഞാൽ പുഴ സംരക്ഷണ സമിതിയായി ബന്ധപ്പെട്ട ഒരാളുണ്ട്. പുള്ളി വാട്സാപ്പ് ഗ്രൂപ്പിലിടുന്ന സംഗതികളാണ് നമ്മൾ അറിയുന്നത്. ഇതാണോ ഡാം സുരക്ഷാ മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം? ഈ സബ് കളക്ടർ റിപ്പോർട്ട് കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഭയങ്കരമായിട്ടുള്ള സംഭവം. ഇനി അടുത്ത തവണ എങ്ങനെയാണെന്ന് ഒരു പിടിപാടില്ല. അപ്പോൾ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം എന്തോരുണ്ട്? ഇതിൽ ശരിക്കും സത്രമായ നടപടികൾ ആര് സ്വീകരിക്കണം? ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും തീരുമാനം എടുക്കണം. ഇത് വെറുതെ തമാശകളാണോ? ഈ ആയിരക്കണക്കിന് വീടുകളിലും ഞാൻ ഈ ഫയർഫോഴ്സ് അയച്ചു തന്ന വീഡിയോ ഒന്ന് കണ്ടു. ഈ വീട്ടമ്മമാർ ഇവരൊക്കെ ഈ ചങ്ങാടത്തിലും മറ്റേ ഫയർഫോഴ്സിന്റെ ബോട്ടിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് എന്തൊരു ഭീകരാവസ്ഥയാണ്. മനുഷ്യർ കൊറോണ കഴിഞ്ഞോടുകൂടി തന്നെ ആകെ ടെൻഷനാണ്. അപ്പോൾ ഇതും കൂടി കൊണ്ടുപോകുന്ന അവസ്ഥ, ഈ വെള്ളം ചില ആളുകൾക്കൊക്കെ കാണുമ്പോൾ അതോടുകൂടി ഷോക്ക് വരും. ഇതിനൊക്കെ ഉത്തരവാദിത്തം ആരാ വഹിക്കേണ്ടതെന്ന് അതാണ് ചോദിക്കുന്നത്. പീച്ചി ഡാം തുറന്നതിൽ ഗുരുതരമായ വീഴ്ച. തൃശൂർ സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. പീച്ചി ഡാം തുറന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് തൃശൂർ സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. റൂൾ കർവ് പിന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ഡാം തുറന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ സബ് കളക്ടർ ചൂണ്ടിക്കാട്ടുന്നത്. ജൂലൈ 29 ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് ഡാം തുറന്നത്. 15 മണിക്കൂറിനിടെ 4 ഷട്ടറുകളും 72 ഇഞ്ച് വീതം തുറന്നു. ആദ്യമായാണ് ഇങ്ങനെ തുറന്നത്. മണലിപ്പുഴയുടെ തീരത്തുള്ള ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറിയിരുന്നു. വൻ നാശം വിതച്ചത് ഡാം തുറന്നതിലെ വീഴ്ച മൂലമാണെന്നും റിപ്പോർട്ട് പറയുന്നു. വിവരാവകാശ നിയമപ്രകാരമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. അവരെ കുറ്റകരമായ അനാസ്ഥയാണ്, അവർക്കെതിരെ നടപടിയെടുക്കണം. അത് മാത്രമല്ല, ഇറിഗേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൃശ്ശൂരില്ല, പീച്ചിക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പീച്ചിക്കില്ല. അപ്പോൾ ഇറിഗേഷൻകാരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് തൃശ്ശൂരിലുണ്ടായ മനുഷ്യനിർമ്മിതമായ പ്രളയത്തിന് കാരണം. 29-ാം തീയതി 3 മണിക്കാണ് 6 ഇഞ്ച് തുറന്നു വീണേ. അപ്പം 4 ദിവസം റൂൾ കർവിനേക്കാളും കൂടുതൽ വെള്ളം വന്നിട്ട് പോലും ഈ ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥന്മാര് ഇത് കുറ്റകരമായ അനാസ്ഥ മൂലമാണ് വെള്ളം വിടാഞ്ഞത്.